moving on to our next segment, the Excellence Award. Excellence Award സ്വീകരിക്കുവാനായി ഈ വേദിയിൽ എത്തുന്ന താരം പുതിയ കാല ഹാസ്യ കലാകാരന്മാരിൽ ഏറെ ശ്രദ്ധേയനായ കലാകാരൻ. നിരവധി താരങ്ങളുടെ ശബ്ദാനുകരണം വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയായ ഗായകനായ ഹാസ്യ കലാകാരൻ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹസീബ് പൂനൂർ. നമസ്കാരം ഹസീബേ. നമസ്കാരം ചേട്ടാ. സാർ നമസ്കാരം. 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 ഞാനും ഹസീബും ഒന്നും ഒന്നിച്ചധികം വേദികളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്ന ഈ ഒരു സെഗ്മെന്റിൽ വന്നിട്ടുള്ള ഒരുപാട് പേര് ഞാനുമായിട്ട് വേദികൾ ചെയ്തിട്ടുള്ള ആളാണ്. അതിന്റെ തൊട്ടു താഴത്തെ ബാച്ചിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. പക്ഷേ ഹസീബ് എന്തുകൊണ്ട് ഇന്ന് ഈ ഒരു എക്സലൻസ് അവാർഡിന് അർഹനായി ഇവിടെ എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസീബിന്റെ പ്രകടനങ്ങൾ ടെലിവിഷനിലൂടെയും സ്റ്റേജിലൂടെയും എല്ലാം ഒരു വേദിയിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹസീബ് വന്ന വേദി ഞാനും കയറും. വലിയ അവാർഡിന്റെ ഒക്കെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കലാകാരനാണ്. ഈ അംഗീകാരം എന്ന് പറയുന്നത് പ്രതിഭാധനരായി ഒരുപാട് വർഷം ചിരിപ്പിച്ച ഒരുപാട് സർവീസ് ഉള്ള ആളുകൾക്ക് മാത്രമല്ല, വളർന്നു വരുന്നവർക്ക് ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിൽ ഹസീബിനെയൊക്കെ അംഗീകരിക്കാതെ ഈ പരിപാടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നൊരു സത്യം കൂടെയുണ്ട്, അല്ലേ? താങ്ക് യു. ഹസീബിനെ കുറിച്ച് പറയുമ്പം ഓരോ കാലഘട്ടങ്ങളിൽ ഇപ്പൊ ലാലേട്ടന്റെ ശബ്ദം ഞാനൊക്കെ വരുന്ന സമയത്ത് ആദ്യം നമ്മുടെ പാലക്കാട് ഷാജു ശ്രീധറാണ് ഏറ്റവും ഗംഭീരമായിട്ട് അനുകരിച്ചുകൊണ്ടിരുന്നത്. സാബു തിരുവല്ല വളരെ ഗംഭീരമായിട്ട് അനുകരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലരും, ശിവസൂര്യ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെയൊക്കെ ഒരു ശേഷം ഒരുപക്ഷെ ലാലേട്ടന്റെ ശബ്ദം ഏറ്റവും ഗംഭീരമായി അനുകരിക്കുന്നത് കണ്ടിട്ടുള്ളത് ഹസീബ് അനുകരിക്കുന്നതിലാണ്. ഹസീബ് അത് ലാലേട്ടന്റെ മുന്നിൽ ചെയ്തിട്ടില്ലേ? ലാലേട്ടന്റെ മുമ്പിൽ 2 പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ എന്ത് പറഞ്ഞു ഹസീബിനോട്? ലാലേട്ടന്റെ കണ്ട സമയത്ത് നമ്മളെ ടിനിച്ചേട്ടന്റെ ഫസ്റ്റിൽ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് അമ്മയുടെ മീറ്റിംഗ് ജനറൽ ബോഡി നടക്കുന്ന സമയത്ത്. അപ്പൊ അവിടെ ചെന്നു, ടിൻചേട്ടൻ നേരെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോ ടിൻചേട്ടന്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചു, ആരാ പോനെ ഇത് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അവന്റെ മുഖത്തോട്ട് ശരിക്കും ശ്രദ്ധിച്ചു നോക്കി എന്ന് പറഞ്ഞു ലാലേട്ടനോട് ടിൻചേട്ടെ. വാ പോനെ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, നന്നായി വരട്ടെ, നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ, ഒരിക്കൽ വരൂ, വീട്ടിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം കേട്ടോ. ആ സമയത്തുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഞാൻ എൻ്റെ ഇതുപോലൊരു ഫംഗ്ഷനില് എന്നെ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ചന്ദ്രനായിരുന്നു ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. ശ്യാം എന്ന് പറഞ്ഞ. അപ്പോ ഒരു ഫംഗ്ഷന് വന്നപ്പോ ഒരു 3-4 പേരെന്റെ ശബ്ദം ഇങ്ങനെ അനുകരിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം എൻ്റെ ശബ്ദം അനുകരിക്കുമ്പോൾ ഞാൻ പല്ല് കടിച്ചു പിടിച്ച് സംസാരിക്കാറില്ല. നിങ്ങൾ ചെയ്തതെല്ലാം ഇങ്ങനെ വരണം മിസ്റ്റർ ഇന്ത്യ ചൂടൻ, ഇങ്ങനത്തെ സ്റ്റൈലാണ് സംസാരിച്ചത്. ഞാൻ സിനിമയെ പോലെ ഞാൻ സംസാരിച്ചിട്ട് ശരി, ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, പിന്നെ എൻ്റെ ഒരു പാട്ട് നിങ്ങൾക്ക് അനുകരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പിന്നത് ചാട്ടം പാടിക്കോ, നമുക്കിപ്പോൾ അനുകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശബരിമല അയ്യപ്പൻ്റെ ഒരു കാസറ്റ് കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു പല്ലവി, ശബരിമലയിലെ ശാസ്താവിൻ മുഖം അലിവുള്ളൊരമ്മയെ പോലെ സഹസ്രനാമം ചൊല്ലും, ഇങ്ങനെ 2 ലൈൻ ആദ്യം ഒന്ന് പാടി. അവരൊരുപാട് പേര് ശബരിമലയിലെ, ഞാൻ പറഞ്ഞു നിർത്ത് ഇതല്ല ഞാൻ പാടിയത് ചേട്ടാ, ഇത് ചീലിച്ചു പോയി, ഇത് മാറ്റാൻ പറ്റുകയല്ല. ഈ ലാലേട്ടന്റെ ശബ്ദം നമുക്ക് അത് കാണിച്ചു വേണം തുടങ്ങാൻ. അതിന്റെ ഗവേഷണങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ചോദിക്കാനറിയില്ല. അതിൽ ലാലേട്ടന്റെ ശബ്ദം പരീക്ഷണശാലയിലിട്ട് ഓരോ സമയത്തും എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ് ഹസീബ്. ആ പ്രകടനം ഒന്ന് കാണിക്കാമോ ഹസീബ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? രഘുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നരൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഒരുപാട് നമ്മൾ ഒരുമിച്ച് കുറേ സീക്വൻസിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഒരുപാട് അല്ലേ, നമ്മൾ കുറേ ഇപ്പോൾ രഘു നമ്മൾ ഫൈറ്റിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും വളരെ നല്ല ടൈമിങ്, എനിക്ക് പറ്റുന്ന ഒരു ടൈമിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന ഒരു നല്ലൊരു. അത് മാത്രമല്ല നമ്മൾ ആ സോങ് എടുത്ത സമയത്ത്, ലാല് പാടിയ സമയത്ത് ആ മുണ്ട് പറിച്ചെടുക്കുന്ന ഒരു ഷോട്ടില്ലേ, ആ സോങ്ങിന്റെ ഇടയ്ക്ക് ആ ബീജത്തിനകത്ത് മുണ്ട് പറിച്ചെടുക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഒരു ഷോട്ട് 2-3 പ്രാവശ്യം റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ആ ഷോട്ട്. കാരണം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എടുത്ത ഇങ്ങനെ ഈ അടിച്ചു വരുന്ന സമയത്തിനകത്ത് ഇത് മുണ്ട് പറിച്ച് തല ഊരിയെടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ശബ്ദം അന്ന് ലാലെന്നെ ഒരുപാട് അതിനെപ്പറ്റി ഓർമ്മയില്ല നിനക്ക്? തീർച്ചയായിട്ടും ആ സമയത്ത് ദൈവഹിതം എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ് ദൈവഹിതം. ആ പാട്ട് ലാലിന് ഓർമ്മയുണ്ടോ? ഏതാണ് ആ പാട്ട് അന്ന് ശ്രീകുട്ടൻ പാടിയത്?
നേരം പടയുടെ താളം വീരപ്പടയുടെ വെൺമുടി എട്ടിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കൊന്നിനു മേലെ കാവടി എഴുതും മേളം ഇന്നക്കരയുള്ളവരക്കര എത്തും തക്കിഴി തകിടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ വേൽമുരുകാ ഹരോഹരാഹോ വേലായുധാ ഹരോഹരാഹോ വേൽമുരുകാ ഹരോഹരാഹോ വേലായുധാ ഹരോഹരാ. ഗംഭീരമാണ് അടിപൊളി, ഹസീബെ. അടിപൊളി. ഗംഭീരമാണ്. ഗംഭീരം നമ്മളൊക്കെ അദ്ദേഹത്തിനോട് നേരിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്, ഷോസ് എഴുതിയിട്ടുണ്ട്, വിളിക്കാറുണ്ട് ഫോണിലൊക്കെ. അതുകൊണ്ട് കേട്ടിട്ട് അത്ര പെർഫെക്റ്റ് ആണ്. ഹസീബിക്ക, ഓക്കെ പാട്ട് ഇപ്പൊ പാടി നരനിലാൽ അടിപൊളിയായിരുന്നു. ഇനി നരനിലെ ഒരു ഡയലോഗ് നോക്കാം. രഘുചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ, അപ്പൊ അദ്ദേഹം കൂടി ചേർന്ന ഒരു സിനിമ കൂടിയാണ്. സൂപ്പർ, അപ്പൊ സന്തോഷം, വളരെ അടിപൊളി. സന്തോഷം ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയത്. അപ്പൊ നരനിലെ ഒരു ഇത്തിരി കള്ള് കുടിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ഒരു ക്ലൈമാക്സ് സീനിലെ ഒരു ഡയലോഗ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ കീരി, ഇവരൊക്കെ കീരിയുടെ ബന്ധക്കാരും കുടുംബക്കാരുമാ? അതെ, മുള്ളംകൊല്ലിയിലെ വേലായുധന് ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. അതനുസരിക്കാൻ കഴിയാത്തവർ വേലായുധനെ തല്ലി തോപ്പിക്കണം. വേലായുധൻ ആരെ തല്ലി തോപ്പിച്ചാലും മതി, പ്രശ്നം കഴിഞ്ഞു. ഈ കാണുന്ന പുഴയാ സാറ് എൻ്റെ അമ്മ. വിശന്നപ്പോ ഊട്ടി, കരഞ്ഞപ്പോ കണ്ണീരെല്ലാം കൊണ്ടുപോയി. ഇപ്പൊ എന്നെ തിരിച്ചു വിളിക്കുന്നത് എൻ്റെ അമ്മയായിരിക്കും. കണ്ടോ സാർ, വേലായുധനെ യാത്രയ്ക്കാൻ മുള്ളംകൊല്ലി മുഴുവനും എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിക്കുന്നില്ല. കേളപ്പേട്ട അതെ, വേലായുധനും നമ്പ്യാരും കൂടെ മുട്ടിയാൽ ആര് ജയിക്കുന്നുള്ളത് മുള്ളംകൊല്ലിയിലെ അന്തർദേശീയ പ്രശ്നം. മുട്ടി നോക്കാം. വേലായുധനെ നേർക്ക് നേരെന്ന് നടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. സാറേ, ധൈര്യമുണ്ട്, സാറിനെ നീന്തി തോപ്പിക്കാമോ? ഹസീബ, ഇനി എന്തെന്നാ? ഇനി മമ്മൂക്കയുടെ 2 വേർഷൻ. അദ്ദേഹം സ്ലാങ്ങുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭയങ്കര സിദ്ധിയുള്ള ആളാ. അതെ, മഹാനടനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ രാജമാണിക്യത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു സ്ലാങ്ങും അതേപോലെ മല്ലയ്യ എന്ന കഥാപാത്രം ചെയ്ത ചട്ടമ്പി നാടൻ, അത് രണ്ടിന്റെയും. അത് ശരി. അപ്പൊ ഞാനാന്നറിയണം, ഇത്രയല്ലുള്ളു. ഒരു പാരാത്രിക്കിന് മണിറവാതിൽ മുട്ടിപ്പോയാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട്. നീ ആരാ, നിനക്ക് എന്തിനു വേണം? അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ അമ്മ വേണം. അപ്പൊ അമ്മ പറഞ്ഞളിഞ്ഞ് എനിക്ക് മാൻ അറിയില്ല. തോടെ തീർന്നിട്ട് ഊരും പേരൊക്കെ എന്തിനു നോക്കണത്? ഞാൻ എന്നേ പറഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്ന് കേട്ടില്ല. താങ്ക് യു. വീട് വാങ്ങിക്കണിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപണ്ണികളുടെ ശല്യമുണ്ട്. അവരുടെ തലവെടി വെച്ച് പൊട്ടിക്കാണാം. മല്ലയ്യ വീട് വാങ്ങിച്ചത് തിരിച്ചു തരാറല്ല, താമസിക്കാൻ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്നാണ് എന്റെ വീട്ടിൽ ഇവിടെ കയറി താമസിക്കും. നീ അവിടെ പൂട്ടി ആദ്യ ബിസിനസ് ലാഭം കിട്ടിയാൽ എനിക്ക് എല്ലാം വിൽക്കും. ഇനി എന്റെ കാളിക്കുമെന്നാണ് പെട്ടിപിടി പീസാക്കും. എനിക്ക് നൻപക ಗೊತ್ತಿಲ್ಲ കച്ചി. നായിൻ മകന് ಗೊತ್ತಲ್ವಾ? നായിൻ മകന്, നായിന്റെ പാട്ടി മോനെ. താങ്ക് യു. ഓക്കെ ഹസീബിക്ക, ഒരുപാട് സന്തോഷം. എനിക്കും സന്തോഷം ഇവിടെ അതെ ഈ ഒരു ഫ്ലോറിൽ വരാൻ സാധിച്ചാലും. ഹസീബിക്കയ്ക്ക് ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം അത് നൽകാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിന് കൈമാറുവാനായിട്ട് രഘുചേട്ടനെയും രമേശ് ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഹസീബ്, പുതിയ മിമിക്രിക്കാർ. എല്ലാ കാലത്തും മിമിക്രിയിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോരോ പുതിയ കലാകാരന്മാർ വന്നുകൊണ്ടേയിരിക്കും. ആ കലാകാരന്മാരിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി, കൃത്യമായ പരിശ്രമത്തോടുകൂടി ഓരോ ദിവസവും ഏറ്റവും പുതിയത് പ്രേക്ഷകർക്ക് ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടി വരുന്നവർ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഏകദേശം ഒരു 35-40 വർഷമായിട്ട് മിമിക്രി തുടങ്ങിയ കാലം മുതൽ ലാലേട്ടൻ എന്ന മഹാപ്രതിഭയുടെ ശബ്ദം പലരും അനുകരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, പല കാലഘട്ടങ്ങളിൽ അത് പലരും അനുകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹസീബിനോളം
പെർഫെക്റ്റായി അവതരിപ്പിക്കുന്നവർ വളരെ കുറവാണ്. ലാലേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതായും സിനിമയിൽ അഭിനയിക്കുന്നതായും ഓരോ സിനിമകളിൽ അദ്ദേഹം കൊടുത്ത മോഡുലേഷനും എല്ലാം ഏറ്റവും ഗംഭീരമായി ഇത്ര പെർഫെക്റ്റായി അനുകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കൽ ഒന്നല്ല 2 തവണ ലാലേട്ടനെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം സ്നേഹത്തോടെ ഹസീബിനെ ചേർത്ത് പിടിച്ചതും മോനെ ഇടയ്ക്ക് വീട്ടിലോട്ട് പോവാ നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം എന്നൊക്കെ പറഞ്ഞതും അല്ലേ. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഹസീബ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ ഒരു സെഗ്മെന്റിൽ പല കലാകാരന്മാരും വരുമ്പോൾ നമ്മൾ പറയും നിങ്ങളുടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഞങ്ങൾക്കൊരു നിർബന്ധമല്ല, കാരണം അവരൊരു അംഗീകാരം ഏറ്റുവാങ്ങാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ എല്ലാ കലാകാരന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട, അല്ലാണ്ട് വന്ന് വെറുതെ മേടിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹസീബൊക്കെ വരുന്നത് അതിനൊരു പ്രിപ്പറേഷനോടുകൂടി അതിനുവേണ്ടി ഒരു ട്രാക്ക് ഉണ്ടാക്കി അതിനോടൊപ്പം പറഞ്ഞ് പരിശീലിച്ചൊക്കെയാണ് വരുന്നത്. അത് തന്നെയാണ് ഒരു കലാകാരന്റെ പടിപടിയായുള്ള ഉയർച്ചയുടെ പ്രധാന ഘടകവും. ഹസീബിന്റെ കലയിലെ യാത്രയുടെ ഒരു തുടക്കമാണിത്. ഹസീബ് ഒരു ലാലേട്ടനെ അനുകരിക്കുന്ന ആൾ, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ വളരെ ജനകീയനാണ്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് നടനായും എഴുത്തുകാരനായും ഗായകനായും ഒക്കെ അദ്ദേഹത്തിന്റെ കലയുടെ യാത്രയിൽ ഒരുപാട് മുന്നിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ അംഗീകാരം. Once Upon a Time വേർഷൻ 2.0 ഒരു ഗംഭീരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. Once Upon a Time വേർഷൻ 2.0 നിങ്ങൾ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് onceupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. Until then, bye-bye. അപ്പൂപ്പന് കായൽ മീനായിരുന്നു കൂടുതൽ ഇഷ്ടം. കായലിന്റെ അരികത്ത് വീട് വെച്ച് താമസിക്കായിരുന്നു. ഒരു ദിവസം ഒന്ന് ചെറുതായി KCB-നെ പറ്റിച്ച് കറണ്ട് ഇട്ട് മീൻ പിടിക്കാൻ ശ്രമിച്ച. പിന്നെ അപ്പൂപ്പനെ കുളിപ്പിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് സമ്മാനം കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അപ്പച്ചി വാങ്ങി തരും. അത് കാണുന്ന കുഞ്ഞുമോൾക്ക് കുശുമ്പ. അവൾക്കറിയില്ലല്ലോ പഠിച്ചാൽ സമ്മാനം കിട്ടുമെന്ന്. അവർക്കൊക്കെ വേണ്ടത്ര കാറും ബാറും പൂത്ത കാശും കൊടുത്ത് ഞാൻ തിരിച്ചടക്കും. മിസ്റ്റർ ദേവളിപ്പറമ്പൻ, അന്ന് നീ എവിടെ പോയി ഒളിച്ചാൽ നിന്നെ ഞാൻ തേടി കണ്ടുപിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. ഒരു പച്ച കമ്പെടുത്ത് അതിന്റെ തുമ്പത്ത് ഒരു ചുവന്ന പൂവുണ്ടാവും. അത് ഞാൻ എന്റെ വിരലിനകത്ത് കേട്ടിട്ട് ഞാൻ ഇതിങ്ങനെ കാണിക്കുമ്പോ ആ ചുമലപ്പൂ കാണാണ്ട് പോകും. Once Upon a Time വേർഷൻ 2.0 പുത്തൻ എപ്പിസോഡ്സ് കാണുവാനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ YouTube.